നമ്മളുടെ സന്തോഷ് വർക്കി അത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ബോംബെയിലെ ബിസിനസ്മാനോ അല്ലെങ്കിൽ ഗൾഫിലേതെങ്കിലും കോടീശ്വരനാന്ന് തോന്നിപ്പോകും. അതല്ല, നമ്മുടെ ആറാട്ടണ്ണൻ, വിദ്യാസമ്പന്നനാണ് കേട്ടോ അദ്ദേഹം. ആറാട്ടിനെ കുറിച്ച് ആറാട്ട് സിനിമ വന്നപ്പോൾ അയാൾ പറഞ്ഞു, അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു ആറാട്ട് പൊളിഞ്ഞു. ആറാട്ട് അങ്ങനത്തെ സിനിമയായതുകൊണ്ടാണ്. പക്ഷെ അതോടുകൂടി അദ്ദേഹത്തിന് പേര് വീണു ആറാട്ടണ്ണൻ എന്നല്ലേ, എനിക്ക് അറിയില്ല. ആളുടെ പേര് സന്തോഷ് വർക്കി. അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞു, നടി നിത്യ മേനോനോട് എനിക്ക് അടങ്ങാനാവാത്ത പ്രണയമാണെന്ന്. നിത്യമേനോൻ മറുപടി പറഞ്ഞിട്ടില്ല, നിത്യമേനോൻ്റെ അച്ഛൻ മറുപടി പറഞ്ഞിട്ടില്ല, നിത്യമേനോൻ്റെ ആങ്ങള മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറഞ്ഞത് മലയാള സിനിമയിൽ എവിടേക്ക് മുഖം കാണിച്ചു ആ സിനിമകൾ മുഴുവൻ തവിട് പൊടിയായിട്ടുണ്ട്. ഇവൻ്റെ പ്രസൻസ് കാരനുണ്ട്, സാബു മോൻ എന്ന് പറഞ്ഞൊരുത്തൻ. അയാൾ പറഞ്ഞിരിക്കുകയാണ്, നിത്യ എൻ്റെ പെങ്ങളായിരുന്നെങ്കിൽ ഞാനിപ്പോൾ സന്തോഷ് വർക്കിയെ കൊന്ന് ജയിലിൽ പോയേനെന്ന്. ഇയാൾക്ക് എന്തിൻ്റെ കേടാ? എനിക്ക് പറഞ്ഞുകൂടെ? ഈ ലോകത്തിലെ ഏത് പെൺകുട്ടിയെ വേണ്ടി എനിക്ക് എന്താ പറയുക, അമേരിക്കയിലത്തെ കോടീശ്വരൻ്റെ മകളാണ്, എനിക്ക് പ്രണയമാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ? അതെൻ്റെ ഇഷ്ടമല്ലേ? അവിടെ കയറി ഞാൻ അവരെ മുഖത്ത് കുത്തുകയിൽ കെട്ടിപ്പിടി ചുമ്മിക്കുകയും ചെയ്തില്ലല്ലോ. ഇവനെന്തിൻ്റെ കേടത്? ആറാട്ടണ്ണൻ എന്ന് പറയുന്ന സന്തോഷ് വർക്കി അണ്ണൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് നിത്യ മേനോൻ സിനിമാടിയാണത്രേ. ആ പെൺകുട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അതിനോട് ഭയങ്കര പ്രണയമാണെന്ന് പറഞ്ഞു. ആ കുട്ടിയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ആ കുട്ടിയുടെ അടുത്തേക്ക് ലെറ്റർ അയക്കുകയോ ഇല്ല ആ കുട്ടിയുടെ അടുത്ത് ഹംസത്തെ അയക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടിയോട് നേരിട്ട് പറയുന്നല്ല ചെയ്തത്. എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. ഇപ്പം ഞാനിവിടെ എനിക്ക് പറഞ്ഞുകൂടെ, എനിക്ക് ഐശ്വര്യ റോയിയെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് പേരിൽ ഇന്ത്യയിലെ ഏതെങ്കിലും കോടതി കേസ് എടുക്കൂ, ഏതെങ്കിലും പോലീസുകാർ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകൂ. ഞാൻ ഐശ്വര്യ റോയിയെ ഞാൻ കത്തിയോണ്ട് കുത്താൻ പോവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തു വരും. എനിക്കവരെ ഇഷ്ടമാണെന്ന് പറയാനുള്ള വശം എനിക്കുണ്ടല്ലോ. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഗുണാപ്പൻ കയറി വന്നിരിക്കുക. ഗുണാപ്പൻ എന്ന് പറയാൻ കാരണം ഇതിൽ കയറി വന്നുകൊണ്ടല്ല, അയാളെ ഏതേതെല്ലാം സിനിമകൾ അയാളെ വെച്ചെടുത്തോ ആ സിനിമകൾ മുഴുവൻ തവിടുപൊടിയായിട്ടുണ്ട്. ഞാൻ വളരെ ആദർശമായിട്ട് ഒരിക്കൽ പാലക്കാട് പെട്ടുപോയി. പാലക്കാട് നിന്ന് ബസ് പുറപ്പെടുന്നുണ്ട്, ചെന്നൈയിലേക്ക് ബസ് പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ആ ബസ് അവിടെ നിന്ന് പുറപ്പെടുന്നത്, പല ബസ്സുകളും കഴിഞ്ഞ് ഈ ബസ് പുറപ്പെടുന്നത് 10 മണിക്കോ മറ്റോ പുറപ്പെടുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? സമയം കുറേയുണ്ട്. അങ്ങനെ ഞാനൊരു സിനിമയ്ക്ക് കയറിയപ്പോൾ അവിടെ മാമാങ്കം സിനിമ വലിയ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി നോക്കിയപ്പോൾ എന്താ കളിക്കുന്നത് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സിനിമയാണ്, ജയസൂര്യയുടെ. ഏതായാലും മറ്റേ മാമാങ്കം കാണാനാണ് കയറിയത് മമ്മൂട്ടിയുടെ. ഇതേതോ തൃശ്ശൂർ പൂരം ഡൂക്കിലി പടം. ഞാനവിടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരുന്നു. സമയം പോണ്ടേ, AC ആണല്ലോ, അവിടെ ഇരിക്കുക. കുറച്ച് കടലയും കയ്യിലുണ്ട്, അത് നിന്ന് അവിടെ ഇരുന്നു. പക്ഷെ പടം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കളി മാറുന്നതാണ് കാണുന്നത്. ജയസൂര്യ എന്ന് പറഞ്ഞ് ഇത്രയും പോകുന്ന വേണമെങ്കിൽ പയ്യൻസ് എന്ന് വിളിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. പിന്നെ കണ്ണടച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഇതിൽ പ്രധാനപ്പെട്ട വില്ലനായിട്ട് ഈ ശുംഭൻ കയറി വരുന്നത്, ഈ സാബുമോൻ. അത് കണ്ട സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് മുഴുവൻ ശബ്ദം വന്നു. ഒരു കീഴ്വായി വിടുന്ന ശബ്ദം ഉണ്ടല്ലോ, അതുപോലെ ഹൈ ഏ എന്ന്. അറിയാതെ എൻ്റെ വായുന്ന ശബ്ദം വന്നു, ഹൈ ഏ. പട്ടുതൂരിനോട് അതിൽ അഭിനയിക്കുന്ന ഒരു തമിഴ് നടിയുണ്ട്, വളരെ മനോഹരമായിട്ട്. അതുപോലെ തന്നെ ഇവര് മറ്റേ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ അഭിനയിക്കുന്നതിൽ വളരെ മനോഹരമായിട്ട്. ഇത്രയും മനോഹരമായിട്ട് അവർ ഇതിനു മുമ്പ് പണ്ടത്തെ കാലത്ത് സിനിമ ചെയ്തതായിട്ട് എനിക്ക് തോന്നില്ല. വളരെ മനോഹരമായിട്ടൊരു വക്കീലിൻ്റെ വേഷം. അതിലുള്ള സകല ആളുകളും ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയാവുന്ന ആൾക്കാർ പോലും വളരെ മനോഹരമായിട്ട് ചെയ്തു. അത് ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ അതിൽ ജയസൂര്യയുടെ മേലെ കയറിയിട്ടൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അവസാനം
ജയസൂര്യ സിനിമയിൽ മുഴുവൻ അഭിനയിച്ചു. അവസാനമായപ്പോൾ എന്തായി? കയ്യടി കിട്ടിയത് ഇന്ദ്രൻസിനാ. ഇന്ദ്രൻസും വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചു. അതിൻ്റെ ഇടയിലാണ് ഈ പട്ടുതൂരുമ്മ വാഴനാര് കൂട്ടിക്കെട്ടിയ പോലെ ഈ തുളസൂറനെ കൊണ്ട് അവതരിപ്പിച്ചത്. വൃത്തികേടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യത്തെ കലക്കൽ നടത്തിയത് ഇവനാ. രണ്ടാമത്തെ കലക്കൽ നടത്തിയത് ചെമ്പുകോഴി. രണ്ടും ഒരു കാളയമ പൂട്ടാം, അല്ല ഒരു നുകത്തുമ്പോ പൂട്ടാം, രണ്ട് സാധനങ്ങളെയും. ഉയരമുണ്ട്, തടിയുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ആ വയറിനകത്ത് തീട്ട വയറെന്ന് പറയില്ലേ, അങ്ങനത്തെ രണ്ട് സാധനങ്ങൾ. അയാൾക്കാണ് ഇപ്പോൾ വിഷമം. എന്നിട്ട് വിഷമത്തിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ എന്ത് സംഭവം അറിയൂ? രോഗം, അസൂയ. ഇയാളെ കൊല്ലുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ആറാട്ടണ്ണൻ പറഞ്ഞു, എനിക്ക് നടിമാരുടെ പേരും അറിയില്ലല്ലോ, ഐശ്വര്യ റോയ് എനിക്കിഷ്ടമാണ്, പിന്നെ ആരൊക്കെയാ പുതിയ നടികളുടെ പേരറിയില്ല, ഇവിടെയുള്ള നവ്യ നായർ എനിക്കിഷ്ടമാണ്, മഞ്ജു വാര്യർ എനിക്കിഷ്ടമാണ്, പാർവതി തിരുവോണത്തിന് എനിക്ക് അവരെനിക്കിഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമെന്ന് പറഞ്ഞു. ഇവനെന്ത് ചെയ്യും? ഒരു പ്രാവശ്യമല്ലേ ആളെ കൊല്ലാൻ പറ്റുള്ളൂ. നിത്യാമേനെ പ്രേമിച്ചിട്ട് കൊല്ലാന്നുള്ള പരിപാടി ഇട്ടു. അത് ബാക്കിയുള്ള നടിമാരുടെ മുഴുവൻ പേര് പറഞ്ഞപ്പോഴോ ഈ തീട്ട പറഞ്ഞ് എന്ത് ചെയ്യും ഈ സാബുമോൻ? നടി നിത്യാമേനോട് തനിക്ക് അടങ്ങാത്ത പ്രണയമാണെന്നായിരുന്നു അങ്ങനെയാണ് താരം പറഞ്ഞത്, മറ്റേ ആറാട്ടെണ്ണം പറഞ്ഞത്. അതിനിടയിലാണ് ഈ ഈ സാബുമോൻ അവിടെ വന്നെത്തിയിട്ടുള്ളത്. നിത്യാമേനോൻ എൻ്റെ പെങ്ങളായിരുന്നെങ്കിൽ തീർച്ചയായും സന്തോഷ് വർക്കിയെ ആറാട്ടെണ്ണൻ ഞാൻ കൊന്നിട്ട് ജയിലിൽ പോയതെന്നാണ് അയാളുടെ പ്രസ്താവന. ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? സന്തോഷമല്ലേ ഉണ്ടാകുക. ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് പറയാ അതിൻ്റെ മോന്ത കണ്ടില്ലേ, അപ്പം ദുഃഖം ഉണ്ടാവും. എന്നുവെച്ചൊരു കുട്ടിയെ കൊണ്ട് അയ്യോ എന്ത് നല്ല കുട്ടി, എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കുട്ടിയെ സന്തോഷമല്ലേ ഉണ്ടാകുക? അതല്ലേ മാനസികാവസ്ഥ ഉണ്ടാകുക? നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അവനെ കൂടുതൽ പോപ്പുലറാക്കി മാറ്റുകയാണ്. അവനെ സെലിബ്രിറ്റി എന്ന് വിളിക്കുകയാണ്. പ്രസംഗം മനസ്സായോ? ആറാട്ടെണ്ണനെ ഇപ്പോൾ വളരെ പ്രശസ്തനാണ്. എവിടെ കണ്ടാലും മമ്മൂട്ടിയെ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതാരോ എവിടെയോ വെച്ച് കണ്ട പോലെ ഉണ്ടല്ലോ എന്ന് പറയില്ല. മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ, ഇതുപോലെ ആറാട്ടെണ്ണനെ എവിടെ വെച്ച് കണ്ടാലും വർക്കിയേട്ടാ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ. അത്രയും പ്രശസ്തനായി. അയാളെ പ്രശസ്തനാക്കിയത് നിങ്ങളാ, മാധ്യമക്കാരുടെ ചീത്ത. അവൻ എവിടുത്തെ സെലിബ്രിറ്റിയാണ്? സെലിബ്രിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയൂ? സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് സെലിബ്രിറ്റി എന്ന് പറയുക. ഇവൻ്റെ സെലിബ്രേഷനാണ് നമ്മൾ കണ്ടത്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ സിനിമ നാറ്റിച്ചു കൊടുത്തു. സിനിമ വിജയിച്ചു. മറ്റുള്ളവർക്ക് കോട്ടം സംഭവിച്ചില്ല. ഒരേ ഒരു കോട്ടം മാത്രമേ സംഭവിച്ചുള്ളൂ. ഈ ഒരു കഥാപാത്രത്തെ അതിനകത്ത് കൊണ്ടിട്ടു എന്നൊരു കോട്ടം മാത്രമേ സംഭവിച്ചുള്ളൂ. പിന്നെ ഇവിടെ എന്താ ബിഗ് ബോസിലോ മറ്റോ പങ്കെടുത്തു. ഇതൊക്കെയാണോ സെലിബ്രേഷൻ? ഇവരൊക്കെയാണ് സെലിബ്രിറ്റി എന്ന് വിളിക്കേണ്ടത്? ഇവർ റോട്ടിൽ കൂടെ നടന്നു പോയി ആരും തിരിച്ചറിയൂ? ആയതുകൊണ്ട് തന്നെ ഇയാളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുന്ന സമയത്ത് സെലിബ്രിറ്റി ആറാട്ടെണ്ണനാ. അങ്ങനെ വിളിക്കാനുള്ള അർഹത എന്താ അവനുള്ളതെന്ന ഇയാളുടെ ചോദ്യം. അത് ചോദിക്കേണ്ട ആവശ്യം ഇയാൾക്കില്ല. ഇപ്പം ഞാൻ പറയാണ് എൻ്റെ അമ്മാവനാണ് ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി. അതെൻ്റെ അവകാശമല്ലേ പറയുന്നത്? എൻ്റെ അവകാശമല്ലേ പറയുന്നത്? നിങ്ങൾ അംഗീകരിക്കണ്ട. ആറാട്ടെണ്ണൻ സെലിബ്രിറ്റിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ആറാട്ടെണ്ണൻ എവിടെ വെച്ച് കണ്ടാൽ ആൾക്കാർ ഇതാണ് ആ ആറാട്ടെണ്ണൻ, ഓ അതെയോ എല്ലാവരും നോക്കുന്നു. ചിലർ കൈവീശി കാണിക്കുന്നു, ചിലർ തമാശ പറയുന്നു, ചിലർ തെറി പറയുന്നു. ആറാട്ടെണ്ണൻ നല്ല വിദഗ്ധരാണ് കേട്ടോ. അയാൾ എന്നും നിറഞ്ഞു നിൽക്കുകയാണ് സിനിമാ രംഗത്ത്. മമ്മൂട്ടിയും മോഹൻലാലും നിറഞ്ഞു നിൽക്കുന്ന പോലെ ആറാട്ടെണ്ണം നിറഞ്ഞു നിൽക്കുന്നത്. അയാളാണ് ശൂന്യസ്ഥലം കണ്ടെത്തി. ഇവൻ സിനിമയ്ക്കകത്ത് കയറിയിട്ട് പോലും ഇവന് സെലിബ്രിറ്റി ആവാൻ പറ്റിയിട്ടില്ല. ഈ സാബു മോന് ഒരു മരത്തടി. ആ കുട്ടിയെ ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിത്ര. എന്ത് പ്രശ്നം ഉണ്ടായെന്ന് അറിയില്ല. ആ കുട്ടിക്ക് ഒരുപാട് മൊബൈൽ നമ്പറുകൾ ആൾക്കാരുടെ ഫോൺ വിളി കണ്ട് വലിയ പ്രശ്നമായി. അതുകൊണ്ട് ഫോണൊക്കെ മാറ്റി നമ്പർ വരെ മാറ്റി എന്നാണ് പറയുന്നത്. അതെന്തിനാണ്? ഇപ്പം ഞാൻ നാളെ പറയണേ, ഏതാ ഇവിടെ ഉണ്ടല്ലോ മറ്റേ ഹരിപ്പാടുള്ള കുട്ടി നവ്യ നായർ അല്ലേ, എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണെന്ന് പറയുന്നു.
ആൾക്കാർ ചീത്ത പറയും, തന്തപ്പടി ആയില്ലടോ, തൻ്റെ മോളുടെ പ്രായമല്ലേ ആ കുട്ടിക്കുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ മഞ്ജു വാര്യർ. ഞാൻ പറയണ എനിക്കിഷ്ടമാണെന്ന്. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഇയാളാരാ ചോദിക്കാൻ? അതിൻ്റെ പേരിൽ അവരെന്തിനാ സ്വാമി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവുക. എന്നെ ബ്ലോക്ക് ചെയ്തോട്ടെ, നാട്ടുകാർ മുഴുവൻ ബ്ലോക്ക് ചെയ്യാൻ പോവുക. സ്വാമി എന്നോട് പ്രേമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഐശ്വര്യ റോയോട് എനിക്ക് ഭയങ്കര പ്രേമാണ് എന്ന് ഞാൻ പറയണം. ഞാൻ പറയണു എനിക്ക് ഐശ്വര്യ റോയെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഐശ്വര്യ റോയിന് ഒരു ജന്മമുണ്ട്, ഐശ്വര്യ റോയി മതി എൻ്റെ ഭാര്യയായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതെങ്ങാനും ഐശ്വര്യ റോയി കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കേട്ട് ദൈവമേ, നമ്പർ മുഴുവൻ ബ്ലോക്ക് ചെയ്യുക, പിന്നെ ആർക്കും ഫോൺ ചെയ്യാണ്ടിരിക്കുക, താടിക്ക് കൈയും കൊടുത്ത് വിഷാദ രോഗിയായിട്ട് മാറുക, എനിക്കതിന് കേസ് കൊടുക്കുക. അതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇവരെന്ത് ഏതൊരു സിനിമ എടുത്താൽ പറയില്ല ഈ എന്തുട്ട് തേങ്ങയോണ്ടെന്ന് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല മനോഹരമായിട്ടൊരു മറ്റേ ഒരു കലാഭവൻ ജോമോനോ മറ്റോ പറയുന്നുണ്ടല്ലോ. അവർ ഇയാളെ എന്തുട്ട് തേങ്ങയും പറയും ഇയാള്. ആ കുട്ടി ആൾക്കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും മാനസികാവസ്ഥ? എന്നാൽ ആ കുട്ടി എവിടെയെങ്കിലും പോയിട്ട് മറ്റുള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലും പണി ഒപ്പിച്ചു എന്നാണോ ആറാട്ടെണ്ണം പറഞ്ഞത്? ഇവൻ ആൾക്കൂട്ടത്തിലുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടി. ആറാട്ടെണ്ണ ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് വിരൽ പോലും ചൂണ്ടിയിട്ടില്ല. ആറാട്ടെണ്ണനെ ആൾക്കാർ കയറി പലയിടത്തും വെച്ചിട്ട് ഇടിയും തല്ലൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം അതുമില്ലാണ്ടേ, കാരണം ആറാട്ടെണ്ണ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രീതി അതാണ്. എനിക്കോ നിങ്ങൾക്കും അതുപോലെ ആകാൻ പറ്റുമോ? ഞാൻ നാളെ കയറിയിട്ട് പിന്നെ പുതിയ സിനിമ വരാൻ പോകണം, ബറോസ് വൃത്തികെട്ട സിനിമയാണ്, പൊട്ട സിനിമയാണ്, നല്ല സിനിമയല്ല, മോഹൻലാൽ തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി ഫേമസ് ആവും. അപ്പം ആറാട്ടണ്ണന് ശൈലിയുണ്ട്. ആ ശൈലി ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതിന് പേര് ആറാട്ടണ്ണൻ ഇവിടെ ആറാട്ടണ്ണനായി മാറി. വെറും സന്തോഷ വർക്കി ആറാട്ടണ്ണനായിട്ട് മാറി, സെലിബ്രിറ്റി ആയിട്ട് മാറി. ഇയാൾക്ക് എന്താ പ്രശ്നം? അസൂയ. പിന്നെന്താ പ്രശ്നം? അസൂയപ്പെട്ട് വല്ല കാര്യമുണ്ടോ? ഞാനിവിടെ ടോയ്ലറ്റിൽ കയറി പാട്ട് പാടാറുണ്ട്. ആ ടോയ്ലറ്റിനകത്ത് കയറി പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഈ യേശുദാസ് റെക്കോർഡിംഗ് റൂമിൽ മാത്രം പാടുമ്പോൾ വിജയിക്കുന്ന ആളല്ലേ. എനിക്കൊരു ചാൻസ് കിട്ടി എനിക്ക് നന്നായിട്ട് ഞാൻ പാടും. ഹരിമുരളിക്ക് ഞാൻ പാടാറുണ്ട്. ആസ്വദിക്കാൻ ആരാ? ഞാൻ മാത്രം. കക്കൂസക്കകത്ത് പിന്നെ ആരാ വരിക ആസ്വദിക്കാൻ? അപ്പം നമുക്ക് തോന്നലുണ്ടായിട്ട് കാര്യമില്ല, ജനങ്ങൾക്ക് തോന്നലുണ്ടാവണം. നമ്മുടെ ജാനതിൻ്റെ കാര്യമൊന്നുമില്ല. ഏതായാലും ആറാട്ടെണ്ണൻ ഇന്ന് വരെ ആരും ദ്രോഹിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏത് സിനിമ വന്നാലും അദ്ദേഹത്തിൻ്റെ വിശദമായിട്ടുള്ള വിശകലനം അവിടെ നടക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം പറയുന്നത് ഈ മരത്തടി സാബുമോൻ പറയുന്നത് ആരോ പണ്ട് പറഞ്ഞ പോലെ ഒരാളൊന്ന് അയ്യോന്നൊരു നിലവിളിയാ ഒരു പുഴയുടെ ഇപ്പുറത്ത് നിന്നിട്ട്. അപ്പം ആരോ ഞാൻ നിന്നെ കരയണേ, അപ്പുറത്ത് ആ പട്ടിയിൽ എന്നെ വന്ന് കടിക്കുമ്പോൾ ഞാൻ ചത്തുപോവില്ലേത്. പുഴയിൽ നിറച്ച് വെള്ളമാണ്, കുത്തി ഒഴുകാണ് ബ്രഹ്മപുത്ര. അപ്പോഴോ ഈ പുഴയിൽ നിന്ന് ആ പട്ടി ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുള്ളൂ, ഈ പുഴ വറ്റിയാലോ എന്ന്. അപ്പോൾ അയാൾ മനസ്സിലാവും അത് ശരിയാ, അയാളെ വഴിക്ക് പോയി, കാരണം ഇയാൾക്ക് ഭ്രാന്താ. ഇതുപോലെ പറയുന്നത് ആ കുട്ടി പുറത്തിറങ്ങുമ്പോൾ ഈ ആറാട്ടെണ്ണൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കയറി പിടിച്ചാലോ, കത്തിയെടുത്ത് കുത്തിയാലോ, മുഖത്ത് ആസിഡ് ഒഴിച്ചാലോ, ഇതൊക്കെയും ആലോചിക്കേണ്ട വിഷയമല്ലേ ഇത്. വട്ടപൂജ്യം. വിവേകം തീരെയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആയകൂടെ ആ ബിഗ് ബോസിനകത്ത് വന്ന് കയറി അത്രയേ ഉള്ളൂ. അതൊന്നും ഒരു സെലിബ്രിറ്റി അല്ല. ഇപ്പം എല്ലാവരും കണ്ടമാനം ആൾക്കാർ വന്ന് കയറുന്നുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്. ഇങ്ങനെ കുറേ എണ്ണം ഇവിടെ ഉണ്ട്. അതായത് എങ്ങനെയാണ് ഒരു ഫാമിലി നമുക്കറിയാലോ, ഇവിടുത്തെ എല്ലാ യൂട്യൂബേഴ്സും മുഴുവൻ നാറികളാണ്, ജോലിയിൽ പോലില്ലാത്തവരാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ മക്കൾ മാത്രം 5 പെണ്ണുങ്ങളുള്ള വീട്ടുകാർ. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. എല്ലാം തുറന്ന് കാണിച്ചപ്പോൾ അതിൻ്റെ ഇടയിലാണ് വേറെ ഒരെണ്ണം ഉണ്ട്. എന്താ പറയുക, ഒരു പോളി മണിയോ എന്തൊരു സാധനമുണ്ട്. അത് എപ്പോൾ ഗർഭമുണ്ടാകുമ്പോൾ എനിക്ക് ഗർഭമുണ്ടായി, ഇന്നലെയാണ് ഗർഭമുണ്ടാക്കിയത്, ഇന്ന് എനിക്ക് 1 ദിവസമായി, ഇന്ന് എനിക്ക് 1 മാസമായി, ഇതെൻ്റെ വയറ് വിടുത്തു, വയറ് കണ്ടോളോ, ഇതെനിക്ക് കുട്ടിയുണ്ടായി. ആ പ്രസവം കൂടി കാണിച്ചെങ്കിൽ നന്നായി. അങ്ങനൊരു സാധനം പോളിമണി, അങ്ങനെയൊരു സാധനമുണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്.
നേരാവും വഴിക്ക് പേരും പെരുമ ഉണ്ടാക്കാൻ പറ്റാണ്ട് വരുന്ന സമയത്ത് അഴിച്ചിട്ട് രാജപാതയിൽ കൂടെ ഓടുക. കുപ്രസിദ്ധി എങ്ങും കുപ്രസിദ്ധി എന്നും പറഞ്ഞ്. ഇപ്പോൾ ഈ സാബുമോൻ ചെയ്ത് എന്താണ് വാസ്തവത്തിൽ? ആറാട്ടെണ്ണൻ വിസർജിച്ചെടുത്ത് തിന്നുകയാണ്. ആറാട്ടെണ്ണൻ കഴിക്കുന്ന സാധനം അവന് കഴിക്കാൻ പറ്റില്ല, അത് കിട്ടില്ല. അപ്പം അയാൾ വിസർജ്യം പുതിച്ചാലെങ്കിലും ആറാട്ടെണ്ണൻ്റെ പോലെ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ സാബുമോൻ എന്ന് പറയുന്ന ഈ മരത്തടി ഈ പ്രക്രിയകൾ ഒപ്പിക്കുന്നത്. നാണാവില്ല അയാൾക്ക്? ഈ ആറാട്ടെണ്ണൻ ഒന്നും അല്ലെങ്കിൽ എന്തിനാ ഇതിൻ്റെ പുറകിൽ കിടന്ന് നടക്കുന്നത്? അയാൾ എന്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? കേരളത്തിൽ 3-3.5 കോടി ജനങ്ങളില്ലേ? അയാൾ കൂട്ടത്തിൽ പറഞ്ഞു നിന്നടി സാബുമോനോട് പറയാണ്, ആറാട്ടെണ്ണനാ നിത്യമേനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടോ, എന്തിനായിക്കോട്ടെ, നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കണേ എന്ന് പറഞ്ഞാൽ പോരെ? ഇയാൾ ഇപ്പം അതിൻ്റെ പുറകിലാണ്. ആറാട്ടെണ്ണൻ ഇവൻ്റെ പുറകിലല്ല കേട്ടോ. അയാൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി നടക്കുകയാണ്. കുറേ എണ്ണം